ചേച്ചിക്ക് ഏറ്റവും കോമ്പറ്റന്റ് ആണെന്ന് തോന്നുന്ന ആരാ അവിടെ ഒരു അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ കാണും, അത്രേ ഉള്ളൂ. ഒട്ടൊക്കെ എത്ര ബിഗ് ബോസിൽ ഇന്നലെ 5 വൈൽഡ് കാർഡുകൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കണ്ടസ്റ്റന്റ് ആണ് മസ്താനി. മസ്താനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, റൈറ്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിലൂടെയാണ് മസ്താനി കുറച്ചും കൂടിയൊക്കെ ആൾക്കാർ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. എന്തായാലും മസ്താനി വന്ന് കയറിയപ്പോൾ തന്നെ രേണു സുധിക്കിട്ട് നല്ല കൊട്ട് കൊട്ടിയിട്ടുണ്ട്. രേണുവിൻ്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ ആ മരിച്ചുപോയ ആ ഒരു മനുഷ്യന്റെ പേര് കളയാനായിട്ട്? എന്തിനാണ് നിങ്ങൾ ആ ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ രേണുവിന് ഉത്തരം കിട്ടുന്നില്ല. ഇപ്പൊ രേണു പറയുന്ന ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്, ഞാൻ പിള്ളേരെ സുധിച്ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെല്ലാം ഡയലോഗാണ് ഇവർ വന്നിരുന്ന് പറയണത്. ഇവർ ആദ്യമേ ബിഗ് ബോസിനകത്തോട്ട് കയറിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ വിധവകൾക്ക് വേണ്ടി വരുമായിരുന്നെന്നാണ്. ഇപ്പം പറയുന്ന സുധിച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരു കണ്ടന്റും ഇല്ലാത്തത്. എന്നാൽ ഇവർക്ക് അത്യാവശ്യം സംസാരിക്കാനും നല്ല കഴിവുണ്ട്. ആദ്യം മസ്താനി വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ വേറെ കണ്ടന്റ് ഇല്ലേ എന്നൊക്കെയുള്ള രീതി ചോദിച്ചപ്പം പുള്ളിക്കാരത്തി ഒരു പാട്ടൊക്കെ പാടി നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് കാര്യങ്ങളും ന്യായീകരിച്ച് സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പക്ഷേ ഇവരത് ചെയ്യുന്നില്ല. ഇവർ കൊല്ലം സുധി എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ ഒരു വീടിനകത്ത് നടക്കുന്നത്. എന്തായാലും നമുക്ക് മസ്താനി ഇവരുടെ അടുത്ത് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഇവർ പറയണത് ഞാൻ വിധവയല്ല എന്നാണ്. അപ്പം സുധി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടിട്ടില്ലേ? ശരിക്കും ഇവരുടെ എന്താണ് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം? ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് എടുത്തു വെച്ചിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നത്? ഇപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് രേണു സുധി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നാണമില്ലേ ആ ഒരു പാവപ്പെട്ട സ്ത്രീയെ വന്ന് ഇങ്ങനെ കുറ്റം പറയാനായിട്ടെന്ന്? അവരെന്തും അതിനകത്ത് കാണിക്കുന്നത്? സ്വന്തമായിട്ട് ഒരു ഗെയിം പോലും ഇല്ല, ഒരു മിനിറ്റുള്ള ഒരു കണ്ടന്റ് ഇല്ല ഇവർക്ക്. കാര്യം അവിടെ ഇത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കണ്ടന്റുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുക ഓരോരുത്തരുടെയും. പക്ഷേ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യാതൊരുവിധ കണ്ടന്റും പുറത്തു വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മസ്താനി നല്ല രീതിയിൽ പുറത്തു നിന്ന് ഗെയിം കണ്ട് പഠിച്ചിട്ടാണ് വന്നത്. കാര്യം മസ്താനിക്ക് അറിയാം രേണുവിനെ വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമെന്ന്. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രേണുവിനെ ആരെങ്കിലും ചെന്ന് 2 കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമെന്ന് മസ്താനിക്ക് അറിയാം. സോ മസ്താനി ഇതെല്ലാം പഠിച്ച് വന്നിട്ട് നൈസായിട്ട് അവിടെ ചെന്നങ്ങ് പ്രസന്റ് ചെയ്ത്, അത്രയേ ഉള്ളൂ. കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ ഇവിടെ സൈഡിലൊരു ഫോട്ടോ കാണിക്കാം. വെറൈറ്റി മീഡിയ ചാനലിനകത്ത് കൊല്ലം സുധിയുടെ ഹോം ടൂർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ മസ്താനി പോയിട്ട്. അപ്പം ഈ പുറത്ത് നിന്ന് ഇവർ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നതാണ്. ഇപ്പം മസ്താനിക്ക് നല്ല രീതിയിൽ ബോധമുണ്ട്. അകത്ത് ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആവും, ആൾക്കാർ പ്രതികരിക്കും, അപ്പം കുറച്ചും കൂടെ ഒക്കെ റീച്ച് കിട്ടും. അതൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. വെറുതെ എന്തിനാണ് ആ മനുഷ്യനെ വീണ്ടും ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന് കറക്റ്റ് കാര്യമാണ്. എന്തിനാണ് സുധി എന്ന് പറയുന്ന ഒരാളുടെ ഐഡന്റിറ്റി ഇങ്ങനെ യൂസ് ചെയ്തിട്ട് വീണ്ടും പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? ആ മരിച്ചുപോയ ആ ഒരു മനുഷ്യന് പോലും ഒരു സമാധാനം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ കിച്ചുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ച് ആരാണ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന്. കിച്ചു പറയണത് നെവിൻ്റെ പേരാണ്. പിന്നെ ബിഗ് ബോസിൽ രേണുവിൻ്റെ ഗെയിമിനെ പറ്റി ചോദിക്കുമ്പോൾ കിച്ചു ഒന്നും പറയുന്നില്ല. അതായത് ആ പയ്യനെ താല്പര്യമില്ലാതെ ഇന്റർവ്യൂവിൽ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്ന പോലെയാണ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഗെയിം കളിക്കും, നിങ്ങൾക്കൊക്കെ ഉണ്ടായ നെഗറ്റീവ് വരെ പോസിറ്റീവായിട്ട് മാറും. അല്ലാതെ ഈ കൊല്ലം സുധിയും പിന്നെ വീട്ടുകാരും മക്കളും ഇതും പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. മരിച്ചിട്ട് പോലും ഒരു സ്വൈര്യത കൊടുക്കുന്നില്ല എന്ന്. ശരിക്കും ഇതൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ രേണുവിനെ വിളിച്ചിരുത്തി ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതൊക്കെ അന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ കാണിക്കത്തില്ലായിരുന്നു. ഇതിപ്പം ഒരുപാട് സമയം അതിക്രമിച്ചു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം രേണുവിനെ വെച്ചിട്ട് ഒരുപാട് പേര് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടാണല്ലോ. ഈ പ്രത്യേകിച്ച് ഈ മസ്താനി ഉൾപ്പെടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഏകദേശമൊക്കെ തീരുമാനമായേനെ. ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസ് ആണ്. ഇപ്പോഴും ഒരു കപ്പടിക്കാൻ അർഹതയായിട്ടുള്ള ഒരു മനുഷ്യരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഈ റണ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ഇതുപോലെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വന്നിട്ടില്ല. എന്തുവാണ് ആ ഒരു പെൺകുട്ടി കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് വന്നതായിരുന്നു. പിന്നെ നൈസായിട്ട് ആ പെൺകുട്ടി എന്തൊക്കെയാണ് പറയുന്നതെന്നും ആ പെൺകുട്ടി എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ആ കൊച്ചിന് തന്നെ ബോധമില്ലാത്ത രീതിയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണുവിൻ്റെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ രേണു ശരിക്കും അവിടെ പോയിരിക്കുന്ന ഒരു ടൂറിനാണ്. അതായത് എല്ലാവരെയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച്
എവിടെങ്കിലുമൊക്കെ സൈഡിൽ ചെന്ന് ചാരിയിരുന്ന് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അതായത് അവിടുന്ന് നെവിൻ ഇറങ്ങിപ്പോയത് പോലും രേണു കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കിതുവരെ അറിയത്തില്ല. രേണുവിനെ ഈ ഒരു ഷോയിലേക്ക് ബിഗ് ബോസ് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് പ്രതീക്ഷയോടെ കൂടിയിട്ടായിരുന്നു ഇവരെയൊക്കെ അതിനകത്ത് പിടിച്ച് കയറ്റിയത്. എന്നിട്ട് ഇവർ എന്ത് കണ്ടന്റാണ് ഇവർ കൊടുക്കുന്നത്? ഇതാണ് ഇവരുടെ കണ്ടന്റ്. ഈ പുറത്തെ കാര്യങ്ങൾ മാത്രമാണ് അകത്ത് വന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം, പുറത്തെ കാര്യങ്ങൾ അകത്ത് ചർച്ച ചെയ്യാനായിട്ട് ഒരു മനുഷ്യർക്കും പെർമിഷൻ ഇല്ല. അതൊരിക്കലും ബിഗ് ബോസ് അലോ ചെയ്യരുത്. ഒന്നെങ്കിൽ ഈ ഒരു കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്യണം. പുറത്തുനിന്ന് രേണുവിൻ്റെ അടുത്ത് ഈ സുധിച്ചേട്ടൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ വരുമ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ഇത് പുറത്തെ കാര്യമാണ്, ചോദിക്കരുത് എന്ന്. ഇവർ പറയണത് സുധി ജീവനോട് ഇരിപ്പുണ്ട്, ഞാൻ വിധവയായിട്ടില്ല എന്നാണ്. എന്തൊക്കെയാണ് ഇവർ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് രേണുവിന് ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് നാളായിട്ട് പുള്ളിക്കാരത്തി അവിടെ എല്ലാ ക്യാമറകളിലും വന്നിരുന്ന് പറയുന്നുണ്ട്. ശരിക്കും ബിഗ് ബോസ് അതൊരു വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു കൗൺസിലിങ്ങിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഡിപ്രഷൻ്റെ ഒക്കെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ഒക്കെ സൈക്കോളജിസ്റ്റ് ഒക്കെ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി പറയുക, നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന്. അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രേണു മറ്റേ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, പിന്നെ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല, എന്നാൽ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഒരു വർഷം പഠിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെടുത്ത് വെച്ച് പൊളിച്ചടുക്കിയതാണ്. അപ്പം ഇതിനെ പറ്റിയിട്ടാണ് മസ്താനി പറഞ്ഞു വരുന്നത്. അതായത് നിങ്ങളൊരു നിലപാടില്ലാത്ത സ്ത്രീയാണ്, നിങ്ങൾ ഇൻ്റർവ്യൂവിനകത്തെല്ലാം എന്തോരം കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ട് നടന്നത് എന്നാണ് മസ്താനി പറയുന്നത്. അത് വളരെ പരമാർത്ഥമാണ്. ശരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവരെ പിടിച്ചിരുത്തി ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവർ മേലാൽ ഇമ്മാരി പരിപാടി കാണിക്കത്തില്ലായിരുന്നു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്. രേണുവിന് പറയാനായിട്ട് മറുപടി ഇല്ലാത്തപ്പോൾ രേണു അവിടെ നിന്ന് നൈസായിട്ട് സ്കിപ്പാവും. ഇതാണ് രേണുവിൻ്റെ സ്വഭാവം. എന്തായാലും സംഭവം കൊള്ളാം. ആരെങ്കിലും ഒരാളെങ്കിലും ചെന്ന് കയറിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് തന്നെ വളരെ നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണിച്ചു തരാം. ഇന്നലെ മെയിൻ സ്ട്രീം ആണെന്ന് പറയുന്ന ചാനലിൽ വന്നൊരു ഇൻ്റർവ്യൂ ആണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. എങ്ങനെയാ, അമ്മയുടെ ഗെയിമൊക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് കളിക്കുന്നുണ്ടോ? ഈ 100 days പോകും തോന്നുന്നുണ്ടോ? എങ്ങനെയാ നോക്കാം. സപ്പോർട്ടാണോ? വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാ? അമ്മയെന്ന നിലയിൽ രേണു ചേച്ചി പറയണ്ട, നെവിൻ. അതെന്താ കാരണം? നല്ല എന്റർടൈൻമെന്റ് ആണ്. നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെയാണ് ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ കിച്ചുവിന് ഇഷ്ടം. നെവിൻ നല്ലൊരു എന്റർടൈനർ ആണ് എന്നാണ് കിച്ചു പറയണത്. എന്നാൽ രേണുവിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും പറയുന്നില്ല. പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല. അതായത് ആ പയ്യൻ വന്നിരുന്ന് ചുമ്മാതെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്, വെറുതെ അവനെ ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട്. അവന് തന്നെ അറിയാം രേണു അതിനകത്ത് ഒരു കുന്തവും കൊടുക്കുന്നില്ല, അതായത് ഒരു കണ്ടന്റും കൊടുക്കുന്നില്ലെന്ന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധം അവനുണ്ട്. അപ്പം നമ്മുടെ രേണു ചേച്ചിക്ക് ഏറ്റവും കോമ്പറ്റന്റ് ആണെന്ന് തോന്നുന്ന ആരാ അവിടെ? ഒരു എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കാണും, അത്ര വലുതായിട്ടൊന്നും കാണാറില്ലല്ലേ? ഫാനല്ല, മുമ്പേ കാണാറില്ല. ഇപ്പം അമ്മ വന്നതുകൊണ്ട് മാത്രമാണ് ചെറുതായിട്ട് കാണുന്നത്. ഇപ്പോ ഏകദേശം ഒരു 17-18 ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട്. ഇത്രയും ദിവസമായിട്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം കേട്ടില്ലേ, അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ കിച്ചു ഇതിനകത്ത് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ മിസ് ചെയ്യുന്നതൊന്നുമില്ല, ഞാൻ കൊല്ലത്ത് നിന്നാണല്ലോ പഠിക്കുന്നതെന്ന്. ഈ രേണു എന്ന് പറയുന്നൊരു വ്യക്തി കാണിക്കുന്ന നാടകം എന്താണ്? എൻ്റെ ഋതപ്പനെ, എൻ്റെ കിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് പൊട്ടിക്കരയിലാണ്. അതായത് എൻ്റെ കിച്ചുവിനെ ഞാൻ മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഇവർ കിച്ചുവിനെ മിസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ കിച്ചുവിനെ പിടിച്ച് ആ സുതിലയം എന്ന് പറയുന്ന വീട്ടിൽ കൊണ്ടുവരികയോ അങ്ങനെയൊന്നും ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കിച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അങ്ങനെ മിസ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ പൊതുവെ അവിടെ നിന്നാണല്ലോ പഠിക്കുന്നത്. മിസ്സിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ഞാൻ പഠിക്കാനായിട്ട് ഓൾറെഡി അവിടെ ആണല്ലോ നിൽക്കുന്നത്, അധികം കാണാറില്ല.
ഈ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൊമോയിൽ കണ്ടതാ ചേച്ചി ലൈവിൽ കണ്ടതാ ചേച്ചി കരഞ്ഞിട്ട് എനിക്ക് പോണം എന്ന് പറയുന്നത്, വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അമ്മ ഇറങ്ങി വരികയാണെങ്കിൽ എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരും, വേറെ എവിടെ പോവാൻ? പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് തന്നെ പോകുന്നത്, അല്ല പിന്നെ എവിടെ പോകാനാ? അത് കറക്റ്റ് അല്ലേ? എന്തായാലും കൊള്ളാം. എന്തായാലും രേണുവിനെ വെച്ചിട്ട് ഒരുപാട് കണ്ടന്റുകൾ പുറത്ത് വരുന്നുണ്ട്. രേണു ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ എല്ലാം പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. ഒരു ഹിപ്നോട്ടിസം ചെയ്യുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മരിച്ചു പോയ ആൾക്കാരെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കൊല്ലം സുധിയെ കാണിച്ചു കൊടുത്ത സമയത്ത് പുള്ളിക്കാരത്തി ഭയങ്കര ഇമോഷണലി കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കരച്ചിൽ എനിക്ക് വളരെ ജെനുവിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, അത് ഫേക്കായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ അതിനകത്ത് വേറെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്ത് എന്നോട് ക്ഷമിക്ക് സൂചിച്ചേട്ടാ എന്ന് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് കൊല്ലം സുധി മരിക്കുന്നതിൻ്റെ ആ ഒരു രാത്രിയിൽ രേണു സുധി ഫോണിൽ വിളിച്ച് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയും ബഹളം ഉണ്ടാക്കിയതിൻ്റെയും പേരിലാണ് രാത്രിയിൽ അവർ റൂം എടുത്ത് കിടന്നുറങ്ങാതെ ഈ വണ്ടിക്കകത്ത് ട്രാവൽ ചെയ്ത് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങിയെന്നുള്ളൊരു റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. മേ ബി ഇനി അതിൻ്റെ പേരും പറഞ്ഞിട്ടാണോ ഈ എന്നോട് ക്ഷമിക്ക് സൂചിച്ചേട്ടാ എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.